ഇത് ഞങ്ങൾ മൂന്നാർ പോകുന്ന യാത്രയിൽ വഴിയിൽ കണ്ട ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒലിവ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഹണി കിട്ടുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഹണിയുടെ ഒരു ഔട്ട്ലെറ്റ് കണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ അതിൻ്റെ ബാക്കിലോട്ട് നമ്മളെ കണ്ട കാഴ്ച ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ആ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിന് ഫലവും കൂടുതലാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് മാസം മാസം കിട്ടും. ഇതിനകത്തൊക്കെ മാസം മാസം എന്തോരം ഇട്ടേന്ന് പറയാം. അതൊക്കെ തുറന്നു കാണിക്കാം. ഞാൻ തുറക്കില്ല. ആളുണ്ടോ? ആളുണ്ടോ? നമുക്ക് തുറന്നു കാണാനുള്ള ആളുണ്ട്. ഗസ്റ്റ് ഉണ്ട്, ഹിന്ദിക്കാരൻ. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന മഴയല്ലായിരുന്നോ? മഴയൊക്കെ എടുക്കാൻ പാടില്ല. അപ്പൊ മഴ ഇപ്പൊ ഇന്നലെ ഇന്നും ഇത്ര തോർത്താണ്. പൂച്ചെടികളും വെച്ചു കൊടുക്കണം. അപ്പൊ നന്നായിട്ട് ഇതിന്റെ ഒരു തൈ കിട്ടുമോ? അതിന്റെ കൊമ്പ മോനെ. അപ്പൊ അതിന്റെ കൊമ്പ് വെട്ടുമ്പോ അത് പോകും. ഒരു കൊമ്പ് വെട്ടുമ്പോ അതങ്ങ് പോവില്ലേ? അത് പോകും. അതിന്റെ തറയിൽ പടർന്നു കിടക്കുന്നതാണോ അതോ കുരുമുളക് വഴി? അത് കുരുമുളക് വഴിയാണ്. ഇതിന്റെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വന്നായിരുന്നു. ഇഷ്ടംമാരി ഞാൻ വെട്ടിക്കളഞ്ഞു. അതിന്റെ നല്ല ഭംഗിയാ. നല്ല ഭംഗിയാണ്. തണ്ട് അത് അങ്ങനത്തെ തണ്ട് നട്ടാലും മുളക്കില്ല. കട്ടിയുള്ളത് അത് വേണം അല്ലേ? ഇച്ചിരി കട്ടിയുള്ളത് നോക്കാം നമുക്ക് അവിടെ. പിന്നെ നമുക്ക് എല്ലാത്തിനും തേൻ വന്നിരിക്കും കേട്ടോ. അതാപ്പ അതാത് സമയത്ത് എടുത്തോണ്ട് പോകും. ഇതും ചെറുതാണ്. ഇത് നീ കണ്ടില്ലേ? ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. ഹോസ്പിറ്റലിന്റെ ചികിത്സ ഒന്നും വേണ്ട. തേൻ പെരട്ടണം. അയ്യോ അത് കൂടുതലായി പോയി. ഇവിടെ ഒരു ക്രീം ഉണ്ട്. ആ ക്രീം തരാം കേട്ടോ. ആ ക്രീം തേച്ചാൽ മതി. അതൊക്കെ പൊക്കോളും. നീ ആണോ? അതിനുള്ള ക്രീം തരാം. നല്ല തേനിന്റെ സമയം പെട്ടെന്ന് മാറിക്കും. ഇത് നമ്മുടെ പൈപ്പ്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാലോ. ഒരു പൈപ്പ് മേടിച്ചു വെച്ചാലും മതി. ഈ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു മുളക്കമ്പ് കിട്ടിയായിരുന്നു. അത് ഞാൻ വെച്ച് നമ്മുടെ സെലോ ടേപ്പ് വെച്ച് ചുറ്റി ഒക്കെ വെച്ചു. എന്നിട്ട് ഇനി അത് പൊട്ടിക്കണം. അത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മരത്തേലിരിക്കണ തേന്, പാറയിലിരിക്കണ തേന്, അതൊക്കെ ഉണ്ട് ഇവിടെ. മരത്തേലില്ല തൂങ്ങിക്കിടക്കണം. മരത്തേല് തൂങ്ങിക്കിടക്കണില്ലേ? അപ്പൊ അതൊക്കെ ആരെടുക്കും? അത് ഉണ്ടല്ലേ പ്രത്യേക ആൾക്കാര്. മുതുവാന്മാരല്ല, നമുക്കൊന്നും അറിയില്ല. ഭയങ്കര മരത്തിന്റെ മേളിൽ കയറി അവര് എടുക്കുക. ഇതെല്ലാം ചെറുതേന. അതൊക്കെ ഇപ്പൊ എടുക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഏലമൊക്കെ ഉണ്ടോ? ഇല്ല, ഏലം ഈ ഏലക്കായ മൂത്തില്ല. തേൻ കഴിച്ചാൽ തന്നെ നമുക്ക് അസുഖം വരില്ല. ഇത് കടിക്കും. ഇത് കുത്തുന്ന ടൈപ്പ് അല്ലേ? നാളെ ഓച്ചിറയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നാളെ പാളയെടുപ്പ്. അവിടെയാണോ സ്ഥലം? എന്റെ മാമനും അപ്പച്ചിയൊക്കെ കൊല്ലത്താ താമസിക്കുന്ന കടപ്പാക്കട. അപ്പച്ചിയൊക്കെ ഇപ്പം കരിക്കോടാണ്. അത് മാമനും മാമിയൊക്കെ മരിച്ചു പോയി. ഇതൊന്നും മാസ്ക് ഒന്നും ഇടണ്ടേ? ഞാനിതൊന്നും ഇടത്തില്ല. ഇങ്ങനെ ഇടണമെന്നൊക്കെ ഞങ്ങള് തേനെടുക്കാൻ നേരത്തെ ഇതൊക്കെ ഇടും. അല്ലാതെ ഉപദ്രവിക്കത്തില്ല അല്ലേ? നമ്മൾ ഇവനെ ഉപദ്രവിച്ചാൽ മാത്രമേ ഉപദ്രവിക്കത്തുള്ളൂ. അവനറിയാം നമ്മള് കാണാൻ വരുന്നുള്ള കണ്ടീഷനിൽ അവൻ കാര്യങ്ങൾ ചെയ്യും. നമ്മള് ഇതിന് ഒത്തിരി ഇതുണ്ട്. നമ്മുടെ മനുഷ്യന്റെ കൂട്ട് തന്നെയാണ്. ഒച്ചയും ബഹളം ഉണ്ടാക്കുക, ഇതായിട്ടുള്ള പെർഫ്യൂം ഒക്കെ അടിച്ച് ചെല്ലുക, മനുഷ്യന്റെ വേർപ്പ് നാറ്റം ഒക്കെ ഇതിന് അലർജിയായി സാധനത്തിന്. തേന്റെ നല്ല സീസൺ ടൈമിന് കൈകൊട്ടി ഇവിടെ അകത്ത് നിന്ന് ഒത്തിരി നേരം സംസാരിച്ചു കറക്റ്റായിട്ട് പണിക്കും. ചെയ്തിലെടുത്തു അങ്ങനെ അങ്ങനെയും പേടിക്കണ്ട. ഇത് തന്നെയല്ല, ഇത് നമുക്ക് ഇതൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആയി ഈച്ചയെ കൊണ്ട് കുത്തിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? അത് മോശം ബ്ലഡുകളൊക്കെ. മോശം ബ്ലഡിന്റെ തന്നെയല്ല, നമുക്ക് പാരലൈസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. ജോയിന്റ് പെയിന് കുറെ ഇതായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കുത്തി. ചുമ്മാ പറയുന്നതാ. ശരിക്കും എന്റെ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പനയില് എനിക്കറിയാം തൊപ്പിപ്പാളെ, പുള്ളിയുടെ പേര് രാജു എന്നാ.